നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് യൂണിവേഴ്സ് നമുക്കിന്ന് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാനാണ്. Ten of Swords, Nine of Wands, Hierophant, Emperor, Ace of Swords, Strength, ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന കാർഡുകൾ. ഫസ്റ്റ് വന്നിരിക്കുന്നത് 10 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നെന്ന് പറയുന്നത്. ചില ആളുകൾ ചില വഞ്ചനയിലും ചതിയിലും ഒക്കെ അകപ്പെട്ട ആളുകൾ അതിന് ഒരു വേദനാജനകമായ അവസ്ഥയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന ആളുകൾ അതെല്ലാം അവിടെ അവസാനിപ്പിച്ച് പുതിയ ഒരു ഫേസിലേക്ക് കടക്കുന്നൊരു ദിവസമാണെന്ന്. നിങ്ങൾ ആ ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ഇരിക്കുന്ന ആളുകൾ അതെല്ലാം മതിയാക്കിയിട്ട് പുതിയ ഒരു റീബർത്ത് എടുക്കുന്നുണ്ട്. സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് കരുതി ഈ സംഭവങ്ങൾ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരു പാഠം പഠിപ്പിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ആ ഒരു പാഠം ഉൾക്കൊണ്ട് നമ്മൾ പുതിയൊരു ഫേസിലേക്ക് പുതിയൊരു സിറ്റുവേഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മുടെ ഒരു കർമ്മ അവിടെ അവസാനിച്ചു, പുതിയൊരു റീബർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. പുതിയ ആശയങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. വളരെ ആവേശത്തോടെയും ആഗ്രഹത്തോടെയും പുതിയ വഴികൾ തേടി പോകുന്ന ഒരു എനർജിയാണ്. അടുത്ത ഒരു ഡോറ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് ആ ഡോറ് തുറന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിലൂടെ പോകുവാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത്. സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കിന്ന് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളിന്ന് ആരോഗ്യപരമായിട്ടൊക്കെ വളരെ നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ നാളുകൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതിരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളിന്ന് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ശ്രദ്ധ കൊടുക്കുന്നു. ചില ആളുകൾക്ക് കുറേ നാളുകളായിട്ട് ചിലപ്പോൾ വല്ല ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഇന്നത്തെ ദിവസം റിക്കവറായി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ചില ആളുകളുടെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നാൽ അവർ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ സെൽഫ് കൺട്രോള് നമ്മൾ തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം കൂടുതലായിരിക്കും എന്ന് പറയണം ഇന്നത്തെ ദിവസം. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ കുറേ നാളുകളായിട്ട് നാട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന ആളുകൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുൻപ് ജീവിച്ചിരുന്നതോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ആളുകളുമായിട്ട് വീണ്ടും റീജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട്.
ചില ആളുകൾക്ക് ഇത് മുൻപുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് നമ്മൾ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. എന്തായാലും ഈ സിറ്റുവേഷൻ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നയൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിച്ച് നിൽക്കുന്നൊരു എനർജിയാണ്. ദൃഢനിശ്ചയത്തോടും ഇച്ഛാശക്തിയോടും കൂടി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾ വളരെ നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നുണ്ടാവാം. അവരെന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന അവരുടെ വാക്കുകൾക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അൾട്ടിമേറ്റ് സക്സസ് നിങ്ങളുടെ കൂടെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ഒരു പ്രാധാന്യവും നിങ്ങളുടെ ലൈഫിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നെഗറ്റീവ് ആക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു പ്രാധാന്യവും നമ്മുടെ ലൈഫിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ആളുകളെ നമ്മൾ വളരെയധികം വിശ്വസിച്ച് കൂടെ നിർത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അപ്രതീക്ഷിതമായ ചിലപ്പോൾ തിരിച്ചടികൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം. പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ട. നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. സക്സസ് നിങ്ങളുടെ കൂടെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഹെറോഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ഗുരുസ്ഥാനീയരായ ആളുകളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും അഡ്വൈസ് ഉപദേശങ്ങളൊക്കെ എടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷനായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. എന്തായാലും നിങ്ങൾ ലൈഫിൽ ഇനി മുന്നോട്ട് പോകുന്നതിന് ഒരു അഡ്വൈസ് ആരുടെ അടുത്ത് നിന്നും തേടുന്ന ഒരു എനർജി ഇന്ന് കാണുന്നുണ്ട്. എംപററാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു ഘടനയും ഒരു സ്ട്രക്ചറിലല്ലാതെ ആയിരിക്കും കുറേ നാളുകളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളൊരു സ്ട്രക്ചറിലാവാൻ തീരുമാനിക്കുന്നുണ്ട് എന്നാണ്. ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് തീരുമാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾ ആരോഗ്യകരമായ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരിന്ന് ചിലപ്പോൾ എക്സസൈസുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ മെഡിറ്റേഷനോ എക്സസൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ സ്ട്രക്ചറലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിജയവും അംഗീകാരവും ഒക്കെ തേടി വരും നിങ്ങളെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അധികാരസ്ഥാനത്തേക്കും നേതൃത്വ സ്ഥാനത്തേക്കും ഒക്കെ ഉയർത്തപ്പെടാനുള്ള ഒരു സിറ്റുവേഷനും കൂടി ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.